ഹലോ എവ്രി വൺ, എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 20ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ 20ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺഗ്രസിനകത്ത് നടന്ന ഒരു സ്പ്ലിറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള കാരണം എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്കറിയാം, കെ എസ് എക്സാം ആയാലും പ്രിലിമിനറി എക്സാം ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് കെ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കെ എസ് എക്സാമിനും മറ്റ് കേരള PSCയുടെ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ കൂടാതെ മറ്റ് 2 ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, മോക്ക് എക്സാം പോർട്ടൽ ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, 1967 ഇലക്ഷനിൽ, അതായത് കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ ശേഷം 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു ആ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് വളർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ പ്രധാനമന്ത്രിയെ എതിർക്കുന്നുണ്ടായിരുന്നു. ആരായിരുന്നു സിൻഡിക്കേറ്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരായിരുന്നു സിൻഡിക്കേറ്റ് ആയിട്ടുണ്ടായിരുന്നത്, ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്നത്. ഇത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാമായിട്ട് 1952 മുതലുള്ള ഇലക്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറും ഏറ്റവും കുറഞ്ഞ സീറ്റുകളാണ്. അതായത് കോൺഗ്രസിൻ്റെ ആ ഒരു ജനങ്ങളുടെ സപ്പോർട്ട്, പബ്ലിക് സപ്പോർട്ട് കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു ആ ഒരു ഇലക്ഷൻ. 67 ഇലക്ഷൻ റിസൾട്ട്. ലോക്സഭയിൽ ജയിച്ചെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഭരണം കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു കോൺഗ്രസിൻ്റെ സപ്പോർട്ട് തിരിച്ച് റീഗെയിൻ ചെയ്യുക എന്നുള്ള ആവശ്യം കൂടിയുണ്ട്. കാരണം അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് വീണ്ടും പിറകോട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ 2 പ്രശ്നങ്ങളായിരുന്നു ഇന്ദിരാഗാന്ധിക്കും മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 2 പ്രശ്നങ്ങളെയും തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, ഒരു വളരെ ബോൾഡായ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തത്. എന്തായിരുന്നു ആ ഒരു ബോൾഡായ സ്ട്രാറ്റജി? അതായത് കോൺഗ്രസിൻ്റെ നയത്തിൽ തന്നെ, അതായത് പ്രധാനമന്ത്രിയായിട്ട് മന്ത്രിസഭയുടെ നയത്തിൽ തന്നെ വലിയൊരു മാറ്റം വരികയാണ് ചെയ്തത്. അതുവരെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എല്ലാ ആൾക്കാരെയും തുല്യരായിട്ട് പരിഗണിക്കും. അതായത് കച്ചവടക്കാരനായാലും അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആയാലും ഒരു സാധാരണക്കാരനായാലും ഒരു തുല്യ പരിഗണന എന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത്. എന്നാൽ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ജനങ്ങളുടെ രീതിയിലേക്ക് മാറണം. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ സ്കീംസ്, അതായത് ഇവിടെ പണക്കാരന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് ഇന്ദിരാഗാന്ധി ഈ ഒരു 67 ആ ഒരു ഓറിയൻറ്റേഷൻ മാറ്റിയാണ് ലെഫ്റ്റ് ഓറിയൻറ്റേഷനിലേക്ക് മാറ്റുകയാണ്. ലെഫ്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആൾക്കാരുടെ വെൽഫെയർ സ്കീം, അതായത് താഴെത്തട്ടിലുള്ള ആൾക്കാരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. കാരണം അവരാണ് അടുത്ത ലക്ഷ്യം, അവരുടെ വോട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ അവരെയാണ് കോൺഗ്രസിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു 10 പോയിൻ്റ് പ്രോഗ്രാം, 10 ഇന പരിപാടികൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് 1967 മെയ്യിൽ. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കണം, 10 ഇന പരിപാടികൾ അല്ലെങ്കിൽ 10 പോയിൻ്റ് പ്രോഗ്രാം പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1967 ഏത് സാഹചര്യത്തിലാണ് അത് പ്രഖ്യാപിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ഈ ഒരു 10 ഇന പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തത് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ബാങ്കുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാരണം എന്തിനാണ് ബാങ്കുകളെ നിയന്ത്രിക്കുന്നത്? കാരണം ബാങ്കുകൾക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കടം കൊടുക്കുക, രണ്ടാമത്തത് ബാങ്കിൽ പണം സമ്പാദിക്കുക. അപ്പോൾ ബാങ്കിൽ പണം സമ്പാദിക്കുന്നത് കയ്യിൽ, അല്ലെങ്കിൽ സേവിങ്സിന് കൊടുക്കുന്നത്, ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കയ്യിൽ കാശുള്ള ആൾക്കാരായിരിക്കും, അതായത് ഉയർന്ന ആൾക്കാരായിരിക്കും, സാധാരണക്കാരനില്ല. സാധാരണക്കാരന് ആവശ്യം ബാങ്കിൽ നിന്ന് പണം കടം കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ബാങ്ക് പോലും സാധാരണക്കാരിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നില്ല അന്നത്തെ സാഹചര്യം ഉണ്ടായിരുന്നത്. കാരണം ബാങ്കുകളെല്ലാം തന്നെ അവരുടെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അവർക്ക് സാധാരണക്കാരൻ്റെ ജീവിതം ഉയർത്തിക്കൊണ്ടുവരണമെന്നൊന്നും ആഗ്രഹമില്ല. അവർ വലിയ ബിസിനസ്സുകാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കുകളെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കുക, അവർക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി തുടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു ബാങ്കുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പരിപാടി. ഇതുപോലെ തന്നെയായിരുന്നു ഇൻഷുറൻസിനെ, ജനറൽ ഇൻഷുറൻസിനെയും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുപോകാം. എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതായത് രാജ്യത്തു നിന്ന് കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമെല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലേക്ക് പോകാം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, നമ്മൾ ഇന്ന് കാണുന്ന റേഷൻ കടകളുടെയൊക്കെ ഇത്, അതായത് ജനങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക.
ഇതുകൂടാതെ മോണോപോളീസിനെ പരമാവധി പ്രിവെൻറ്റ് ചെയ്യുക. മോണോപോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഏതെങ്കിലും ഒരാൾ മാത്രം വിൽക്കുന്ന ഒരു സാഹചര്യം, അതിനെയാണ് മോണോപോളി എന്ന് പറയുന്നത്. ഒറ്റ കച്ചവടക്കാരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ മാത്രമുള്ള, അന്നേരം അവർക്ക് ഇഷ്ടമുള്ള വിലയൊക്കെ ഈടാക്കാമല്ലോ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതുകൂടാതെ അർബൻ ഇൻകം പോവർട്ടിക്കും കുറക്കുന്നതിന് വേണ്ടി, അതായത് അർബൻ ഇൻകം ഇങ്ങനെ കൂടിക്കൂടി, കാരണം നഗരങ്ങളിലുള്ള ആൾക്കാർക്ക് വരുമാനം കൂടുതലാണ്, റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ള ആൾക്കാർക്ക് വരുമാനം കുറവാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യം റൂറൽ ഏരിയയിലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഇടുക. ഇതുകൂടാതെ ലാൻഡ് റീഫോം എന്ന് വെച്ചാൽ ഭൂമി എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുക. ചില ആൾക്കാരിൽ മാത്രം ഭൂമി കുന്നുകൂടുന്നൊരു സാഹചര്യം ഒഴിവാക്കിയിട്ട് എല്ലാ ആൾക്കാരിലേക്കും ഭൂമി എത്തിക്കുക. ഇതുകൂടാതെ പ്രിവി പേഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിവി പേഴ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജന സമയത്ത് ചില നാട്ടുരാജ്യങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രിവി പേഴ്സസ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക പേഴ്സ് കൊടുത്തിട്ടുണ്ട്, പെൻഷൻ. ആ ഒരു പെൻഷൻ നിർത്തലാക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 10 പോയിന്റ് പ്രോഗ്രാമിൽ നിങ്ങൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവയൊക്കെ. ഇവ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ 2-3 കാര്യങ്ങളാണ് സ്ട്രെസ് ചെയ്യുന്നത്. ഒന്ന്, എല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. ആദ്യത്തെ 3 കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കൂടുതൽ ഗുണമുണ്ടാവുക. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, റേഷൻ കടകൾ വഴി സാധനങ്ങൾ കിട്ടും. പിന്നെ ലാൻഡ് റീഫോംസ്, സാധാരണക്കാരന് ഭൂമിയില്ലാത്തവന് ഭൂമി കിട്ടും. കൂടാതെ ചില ആൾക്കാർ പണക്കാരനാവുന്നുണ്ട്. എങ്ങനെ? ഗവൺമെൻറ് എന്നുള്ള പെൻഷൻ കിട്ടിയിട്ട്, അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള ആൾക്കാർ പണക്കാരാവുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഇടുക. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ച പദ്ധതികളാണ് ഈ ഒരു 10 പോയിന്റ് പ്രോഗ്രാമിൽ വന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്ന ഒരു ന്യൂസ് പേപ്പറാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് പേപ്പറാണ് വലതുവശത്ത്. അതിൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ്. അപ്പോൾ അതെപ്പോഴാണ് എന്നൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. അപ്പോൾ ഈ ഒരു 10 പോയിന്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലൊരു 10 പോയിന്റ് പ്രോഗ്രാം കൊണ്ടുവന്നപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതേ സമയത്ത് ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 പോയിന്റ് പ്രോഗ്രാമിന് കോൺഗ്രസ് അംഗീകാരം കൊടുത്തെങ്കിലും ഇതിൽ പല കാര്യങ്ങളിലും അവർക്ക് എതിരായ അഭിപ്രായം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് ഇങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് അതുവരെ, അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ അതുവരെയുള്ള ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കരുതുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു 10 പോയിന്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ സാധാരണക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിനിടയിലാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ഇത് കോൺഗ്രസിനകത്തെ ഇഷ്യൂ വളരെ രൂക്ഷമാക്കുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ പ്രസിഡൻ്റായിരുന്ന സക്കീർ ഹുസൈൻ്റെ മരണം സംഭവിക്കും. അപ്പോൾ അവിടെ പ്രസിഡൻറ്റിൻ്റെ സീറ്റിലേക്ക് ഒരു വേക്കൻസി വന്നു. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ സീറ്റിലേക്ക് വേക്കൻസി വന്നു കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടത്തണം. അപ്പോൾ കോൺഗ്രസ് നീലം സഞ്ജീവ റെഡ്ഡിയെ, സഞ്ജീവ റെഡ്ഡിയെ അവരുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ഇതിനോട് എതിർപ്പുണ്ടായിരുന്നു. നീലം സഞ്ജീവ റെഡ്ഡിയെ പ്രസിഡൻ്റ് ആക്കുന്നതിന് എതിർപ്പുണ്ടായിരുന്നു. അത് കാരണം പൊളിറ്റിക്കലി, അതായത് രാഷ്ട്രീയപരമായിട്ട് ഇന്ദിരാഗാന്ധിയുമായിട്ട് എതിർപ്പുള്ള ആളായിരുന്നു ഈ നീലം സഞ്ജീവ റെഡ്ഡി എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി അന്നത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന വി ഗിരിയോട് ഇത്തരത്തിലൊരു നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. അതായത് അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് ആർക്ക് കിട്ടി? വി ഗിരിക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇതിനിടയിൽ തന്നെയാണ് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുക, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വന്നു. അപ്പോൾ നീലം സഞ്ജീവ റെഡ്ഡിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നോമിനേറ്റ് ചെയ്തു. അതിനിടയിൽ ഇന്ദിരാഗാന്ധി ഈ ഒരു നീലം സഞ്ജീവ റെഡ്ഡിയോട് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന, ഉപരാഷ്ട്രപതിയായിരുന്ന വി ഗിരിയോട് നോമിനേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു മോറൽ സപ്പോർട്ട് ആർക്കുണ്ട്? വി ഗിരിക്കുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 10 പോയിന്റ് പ്രോഗ്രാമുകളിൽ ഓരോന്നായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയത്. 14 ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ, 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു 1969 ജൂലൈ 19. അപ്പോൾ എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളെയാണ്. ഏത് വർഷമാണെന്ന് ഓർത്തുക്കണം? 1969. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രിവി പേഴ്സ് അബോളിഷ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടി തുടങ്ങി. പക്ഷേ പ്രിവി പേഴ്സ് അബോളിഷ് ചെയ്യണമെങ്കിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു സമയത്ത് നടന്നില്ല. പക്ഷേ ഇത്തരത്തിലൊരു ആവശ്യമായിട്ട് ഇന്ദിരാഗാന്ധി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു 69-70 കാലഘട്ടത്തിൽ. അപ്പോൾ പിന്നീട് ഇത് 26ാമത്തെ അമെൻമെൻറ്റിലൂടെ 1971 മാറ്റുകയാണ് ഉണ്ടായത്. പ്രിവി പേഴ്സ് അബോളിഷ് ചെയ്ത് 1971
26ാമത്തെ അമെൻമെൻറ്റിലൂടെ. അതൊന്നുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധി ഇത്തരത്തിലൊരു മൂവ് നടത്തിയപ്പോൾ വീണ്ടും സിൻഡിക്കേറ്റ് ഈ ഒരു ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനത്തോട് വളരെ എതിർപ്പ് വന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിലെ സിൻഡിക്കേറ്റും തമ്മിലുള്ള ആ ഒരു എതിർപ്പ് വളരെ പരസ്യമായി മാറുകയാണ് ഉണ്ടായത്. അതായത് വളരെ കൂടിയൊരു എതിർപ്പിലേക്ക് മാറി കോൺഗ്രസ്സിലൊരു സ്പ്ലിറ്റ് ഒരു സാഹചര്യം ഒരുങ്ങി വന്നു. അതിനിടയിലാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇനി പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പ്രിവി പേഴ്സ് നിർത്തലാക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. അതുപോലെ തന്നെ ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. കോൺഗ്രസിൻ്റെ ഉള്ളിൽ കോൺഗ്രസിലെ സിൻഡിക്കേറ്റും അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഇന്ദിരാഗാന്ധിയും തമ്മിൽ പ്രശ്നമുണ്ടായി. അപ്പോൾ അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മൊറാർജി ദേശായി. ഈ ഒരു മൊറാർജി ദേശായി ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രവൃത്തിയിൽ ഉള്ള താല്പര്യക്കുറവ് കാരണം അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്ററും ഡെപ്യൂട്ടി മിനിസ്റ്ററും ആയിരുന്നു മൊറാർജി ദേശായി. അദ്ദേഹം ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഉപപ്രധാനമന്ത്രി പ്രധാനമന്ത്രിയോടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനും നടക്കുന്നത്. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ കോൺഗ്രസ് പ്രസിഡന്റ് വിപ്പ് കൊടുത്തു. വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനാണ്. അതായത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് നമുക്ക് അറിയാം ഇലക്ടോറൽ കോളേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അതായത് ഇലക്ടോറൽ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പാർലമെൻറ്റിലെ ലോകസഭയിലെയും രാജ്യസഭയിലെയും എം പിമാരുണ്ട്. ഇത് കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലെയും MLA-മാരും വോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനാണ്. നമുക്കറിയാം ചീഫ് വിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ വിപ്പ് കൊടുത്തു. എന്താണ്? എല്ലാവരും ഈ ഒരു നീലം സഞ്ജീവ റെഡ്ഡിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് വിപ്പ് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ MLA-മാരും MP-മാരും എല്ലാവരും തന്നെ നീലം സഞ്ജീവ റെഡ്ഡിക്ക് വോട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധി എന്താണ് പറഞ്ഞത്? കോൺഷ്യൻസ് വോട്ട് കൊടുത്തു. അതായത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് വോട്ട് കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു എല്ലാവരും നീലം സഞ്ജീവ റെഡ്ഡിക്ക് വോട്ട് ചെയ്യണം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞു കോൺഷ്യൻസ് വോട്ട് ചെയ്താൽ മതി, അതായത് ഫ്രീ വോട്ട് ചെയ്താൽ മതി, അവരുടെ താല്പര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്താൽ മതി. ഈ ഒരു വാർത്ത അന്നത്തെ പത്രത്തിൽ വന്നത് നമുക്ക് വലതുവശത്ത് കാണാൻ വേണ്ടി പറ്റും. PM ഇൻസിസ്റ്റ് ഓൺ ഫ്രീ വോട്ട്. അപ്പോൾ വലിയ പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഒന്ന് പറയുന്നു, കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനമന്ത്രി വേറൊരു അഭിപ്രായം പറയുന്നു. അപ്പോൾ ഇനി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു, ആൾക്കാർ വോട്ട് ചെയ്തു. എങ്ങനെയാണ് ആൾക്കാർ വോട്ട് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ആൾക്കാർ വോട്ട് ചെയ്തപ്പോൾ വിജയം VV ഗിരിയോട് കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ആര് ജയിച്ചു? ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സപ്പോർട്ട് ചെയ്ത VV ഗിരി ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം ജയിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. അദ്ദേഹം പരാജയപ്പെട്ടത് കോൺഗ്രസിന് കിട്ടിയ വലിയൊരു അടിയായിരുന്നു. കാരണം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണോ വലുത്, ഇന്ദിരയാണോ വലുത് എന്നുള്ള ഒരു ചോദ്യം തന്നെ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നു. ഇത് കോൺഗ്രസിനെ രണ്ടാക്കി സ്പ്ലിറ്റാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റായിപ്പോയി. അതായത് ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉയർന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം 3 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിയുന്ന സമയത്ത് 1964 ജവഹർലാൽ നെഹ്റുയുടെ മരണം, 5 വർഷം കഴിഞ്ഞ് 69 കോൺഗ്രസ് സ്പ്ലിറ്റ് ആവുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോൺഗ്രസ് രണ്ടായിട്ട് പിരിച്ചു. ഒന്ന് കോൺഗ്രസ് ഓർഗനൈസേഷൻ, മറ്റേത് കോൺഗ്രസ് റിക്വസിഷനിസ്റ്റ്. അപ്പോൾ സിൻഡിക്കേറ്റും ഇന്ദിരാഗാന്ധിയായി. അപ്പോൾ ആരാണ് യഥാർത്ഥ കോൺഗ്രസ്? ഇതാണ് അടുത്ത പ്രശ്നം വന്നത്. കാരണം ഒരു വിഭാഗം സിൻഡിക്കേറ്റ് മുതിർന്ന നേതാക്കൾ പറഞ്ഞു ഞങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ്, ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ്. അപ്പോൾ ഈ ഒരു പേരിൽ ഓൾഡ് കോൺഗ്രസ്, പുതിയ കോൺഗ്രസ്, ന്യൂ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇന്ദിരാഗാന്ധി ഈ ഒരു സമയത്ത് ഒരു പുതിയ പ്രൊജക്ഷനാണ് കൊണ്ടുവന്നത്. അതായത് കോൺഗ്രസിനകത്ത് 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റുകൾ, അതായത് ഇന്ദിരാഗാന്ധിയുടെ കൂടെയുള്ള ആൾക്കാരാണ് സോഷ്യലിസ്റ്റുകൾ. അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും, നമ്മുടെ രാജ്യത്തുള്ള വിഭവങ്ങളെല്ലാം തന്നെ എല്ലാ ആൾക്കാരിലേക്കും വീതം വെച്ച് കൊടുക്കണം, എല്ലാ ആൾക്കാർക്കും തുല്യ തരത്തിലുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ്, എല്ലാവർക്കും എല്ലാം ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്ന, എല്ലാവരും ഒരുപോലെയുള്ള ഒരു സമൂഹം, സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിനെ ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്ദിരാഗാന്ധിയുടെ കൂടെയുള്ളത്. മറ്റുള്ള ആൾക്കാർ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആശയങ്ങളും പിടിച്ചു നിൽക്കുന്ന പഴയ ചിന്താഗതിയുള്ള ആൾക്കാർ എന്നുള്ളത്. അത്തരം സിൻഡിക്കേറ്റ് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ കൺസർവേറ്റീവ്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇതിന് വേറൊരു ഭാഷയും കൂടി എഴുതണം.
സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ കൂടെയുള്ളവരും, കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സമ്പന്നരുടെ കൂടെയുള്ളവരും എന്നുള്ള രീതിയിലും കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് 1969 പ്രസിഡൻഷ്യൽ ഇലക്ഷനോടുകൂടി സ്പ്ലിറ്റ് ആവുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം അടുത്ത ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ഇലക്ഷനിൽ എന്താണ് റിസൾട്ട്, എങ്ങനെയാണ് കോൺഗ്രസ് നേരിട്ടത്, ഇന്ത്യയുടെ ഈ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് ഞാൻ റിവൈസ് ചെയ്യാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1967 ഇലക്ഷന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ 2 പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് സിൻഡിക്കേറ്റിൻ്റെ പ്രശ്നം, രണ്ടാമത്തത് കോൺഗ്രസിൻ്റെ സപ്പോർട്ട് തിരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ബോൾഡായ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തത്. എന്താണ്? അതായത് ലെഫ്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി ഭരിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് 10 പോയിൻ്റ് പ്രോഗ്രാം, 10 പരിപാടികൾ കൊണ്ടുവന്നു മെയ് 1967. ഇതിൻ്റെ ഭാഗമായിട്ട് 10 പരിപാടികളിൽ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ? 1969 ജൂലൈ 19. അതുപോലെ തന്നെ പ്രിവി പേഴ്സിനെ അബോളിഷ് ചെയ്യാനും തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് അന്നേരം നടന്നില്ല. പിന്നീട് 26ാമത്തെ അമെൻമെൻറ്റിൽ 1971 നടന്നത്. ഇതിനിടയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷൻ നടക്കുമ്പോഴെന്താ? കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി, ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു സ്ഥാനാർത്ഥി. ഇതിനിടയിൽ ഉപപ്രധാനമന്ത്രി രാജിവെച്ച് പോയി. മൊറാർജി ദേശായി, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ രാജിവെച്ച് പോയി. വോട്ടിങ്ങിന് കോൺഗ്രസ് വിപ്പ് കൊടുത്തു, പ്രധാനമന്ത്രി ഫ്രീ വോട്ട് പറഞ്ഞു. ഇലക്ഷൻ നടന്നപ്പോൾ വി ഗിരി പ്രസിഡൻ്റായിട്ട് മാറുകയും ചെയ്തു. ഇത് കോൺഗ്രസിനെ സ്പ്ലിറ്റാക്കി, കോൺഗ്രസ് 2ആയിട്ട് തിരിഞ്ഞുപോയി. ഇതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ്സിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ എന്തിനാണ് ഈ ഒരു കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു മേധാവിത്വമായിരുന്നു. ഇനി അങ്ങോട്ട് ഈ കോൺഗ്രസ്സിലൊരു സ്പ്ലിറ്റ് ഉണ്ടായതോടെ പുതിയ പാർട്ടികൾ, നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ 67 ഇലക്ഷനിൽ തന്നെ കണ്ടു റീജിയണൽ പാർട്ടീസ് ഉയർന്നു വരുന്നത്. ഇനി അങ്ങോട്ട് പുതിയ പാർട്ടികൾ ഉയർന്നു വരിക. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സായി മാറി. അപ്പോൾ നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ മാറ്റമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ്. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തതാണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.